ഹായ് സുഹൃത്തേ, മിറാക്കിൾ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ, ദ ഗോൾഡൻ അവർ, നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രഭാതത്തെ നിയന്ത്രിച്ചാൽ പ്രഭാതം നിങ്ങളുടെ ദിവസത്തെ നിയന്ത്രിക്കും. കെട്ടിടത്തിന്റെ കരുത്ത് അതിന്റെ അടിത്തറയിലാണ്. അതുപോലെ നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ കരുത്ത് അതിന്റെ തുടക്കത്തിലാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിജയിയെപ്പോലെ എഴുന്നേറ്റാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് വിജയിയെപ്പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. വിജയത്തിലേക്കുള്ള ആദ്യത്തെ 60 മിനിറ്റ്. നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നതെന്താണ്? ഫോൺ നോക്കി ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുകയാണോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ തുടക്കത്തിലെ നശിപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യർ അവരുടെ ആദ്യത്തെ 1 മണിക്കൂർ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ട് ഈ ആദ്യത്തെ 1 മണിക്കൂർ പ്രധാനമാണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു ശൂന്യമായ സ്ലേറ്റ് പോലെയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ മൂഡിനെ തീരുമാനിക്കുന്നത്. നമ്മുടെ തലച്ചോറിലെ ചിന്തകളെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്കോ പഠനത്തിനോ സാധിക്കും. പ്രകൃതി പോലും ഉണർന്നു തുടങ്ങുന്ന ഈ നിശബ്ദമായ വേളയിൽ ഉണരുന്ന ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ മാനസികമായ തെളിച്ചവും ശാരീരികമായ ഊർജവും ലഭിക്കുന്നു. ചുരുക്കത്തിൽ, ലോകത്തിന്റെ ബഹളങ്ങൾ തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളെ തന്നെ മിനുക്കിയെടുക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവീകമായ അവസരമാണ് ബ്രഹ്മമുഹൂർത്തം. ഇതിനെ സക്സസ് ഫോർമുല എന്ന് വിളിക്കാം. ഹൈഡ്രേഷൻ. രാത്രി മുഴുവൻ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം നിർജ്ജലീകരണത്തിന് വിധേയമായിട്ടുണ്ടാകും. എഴുന്നേറ്റ ഉടനെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും തലച്ചോറിനെ ഉണർത്താനും സഹായിക്കും. ആദ്യത്തെ 1 മണിക്കൂറിൽ ചെയ്യേണ്ട 4 കാര്യങ്ങൾ. 20-20-20 ഫോർമുല. റോബിൻ ശർമ്മയുടെ ദ 5 AM ക്ലബ് എന്ന പുസ്തകത്തിലെ ഫോർമുല. റോബിൻ ശർമ്മയുടെ ലോകപ്രശസ്തമായ പുസ്തകമാണ് ദ 5 AM ക്ലബ്. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം നിങ്ങളുടെ പ്രഭാതത്തെ കീഴടക്കൂ, ജീവിതത്തെ ഉയർത്തൂ എന്നതാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: 1. വിജയത്തിന്റെ വിജനത, ദ വിക്ടറി അവർ. രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തെ റോബിൻ ശർമ്മ വിക്ടറി അവർ എന്ന് വിളിക്കുന്നു. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ഉണരുന്നതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഒരു മുൻതൂക്കം ലഭിക്കുന്നു. ബഹളമില്ലാത്ത ഈ സമയത്ത് തലച്ചോറ് ഫ്ലോ സ്റ്റേറ്റിലായിരിക്കും. 2. 20-20-20 ഫോർമുല. ഈ 1 മണിക്കൂറിനെ 20 മിനിറ്റ് വീതമുള്ള 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. ആദ്യത്തെ 20 മിനിറ്റ് മൂവ്, വ്യായാമം, 5 മണി മുതൽ 5:20 വരെ. ശരീരമിളക്കുക, മൂവ്. കഠിനമായ വ്യായാമം വേണമെന്നില്ല. അല്പം സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ വേഗത്തിലുള്ള നടത്തമോ മതി. ഇത് ശരീരത്തിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കുകയും നിങ്ങളെ ഉന്മേഷഭരിതനാക്കുകയും ചെയ്യും. അടുത്ത 20 മിനിറ്റ് റിഫ്ലക്റ്റ്, ചിന്ത, 5:20 മുതൽ 5:40 വരെ. ഈ സമയം ശാന്തമായി ഇരിക്കുക. പ്രാർത്ഥന, ധ്യാനം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുക, ജേർണലിംഗ്. ഇത് മനസ്സിന് വ്യക്തത നൽകും. അവസാനത്തെ 20 മിനിറ്റ് ഗ്രോ, പഠനം, 5:40 മുതൽ 6 മണി വരെ. അറിവ് വർദ്ധിപ്പിക്കാനുള്ള സമയം. ഏതെങ്കിലും നല്ല പുസ്തകം വായിക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കുക. പുതിയ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 3. ക്യാപിറ്റൽ അസറ്റ്, ദ 4 ഇന്റീരിയർ എംപയേഴ്സ്. വിജയിക്കാൻ പുറമേയുള്ള ലോകത്തെയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഈ 4 കാര്യങ്ങളെയാണ് മിനുക്കിയെടുക്കേണ്ടതെന്ന് 5 AM ക്ലബ് പറയുന്നു. മൈൻഡ് സെറ്റ്, ചിന്താഗതി, പോസിറ്റീവായി ചിന്തിക്കുക. ഹാർട്ട് സെറ്റ്, വൈകാരികത, ഉള്ളിലെ ദേഷ്യവും വിഷമവും മാറ്റി സമാധാനം കണ്ടെത്തുക. ഹെൽത്ത് സെറ്റ്, ആരോഗ്യം, ശരീരം ആരോഗ്യത്തോടെ വെക്കുക. സോൾ സെറ്റ്, ആത്മീയത, നിങ്ങളുടെ മൂല്യങ്ങളിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുക. 4. 66 ദിവസത്തെ നിയമം, ദ 66 ഡേ ഹാബിറ്റ് ഇൻസ്റ്റലേഷൻ. ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ 66 ദിവസം തുടർച്ചയായി അത് ചെയ്യണം. ആദ്യത്തെ 22 ദിവസം പഴയ ശീലങ്ങളെ തകർക്കൽ, ഡിസ്ട്രക്ഷൻ. അടുത്ത 22 ദിവസം പുതിയ ശീലം തലച്ചോറിൽ ഇൻസ്റ്റോൾ ചെയ്യൽ, ഇൻസ്റ്റലേഷൻ. അവസാനത്തെ 22 ദിവസം ആ ശീലം നിങ്ങളുടെ സ്വഭാവമായി മാറുന്നു, ഇൻറ്റഗ്രേഷൻ. 1 മണിക്കൂറിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ ഫോൺ തൊടരുത്.
നോട്ടിഫിക്കേഷനുകൾ നോക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ അനാവശ്യ സമ്മർദ്ദത്തിലേക്ക് നയിക്കും. മറ്റുള്ളവരുടെ ജീവിതം നോക്കിയല്ല, നിങ്ങളുടെ ജീവിതം പ്ലാൻ ചെയ്തുകൊണ്ടാണ് ദിവസം തുടങ്ങേണ്ടത്. എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുന്നത് വഴി നമ്മൾ നമ്മുടെ തലച്ചോറിനെ റിയാക്റ്റീവ് മോഡിലേക്ക് മാറ്റുകയാണ്. അതായത് മറ്റുള്ളവരുടെ സന്ദേശങ്ങൾക്കും വാർത്തകൾക്കും നമ്മൾ മറുപടി നൽകാൻ തുടങ്ങുന്നു. ഇതിന് പകരം ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കു വേണ്ടി മാറ്റിവെച്ചുക. അന്നത്തെ പ്രധാന ലക്ഷ്യം കണ്ടെത്തുക, ദ ബിഗ് ടാസ്ക്. ദിവസം മുഴുവൻ ചെയ്യേണ്ട 10 കാര്യങ്ങൾ എഴുതിവെക്കുന്നതിനു പകരം ഇന്ന് തീർച്ചയായും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ് എന്ന് കണ്ടെത്തുക. ആ ഒരു കാര്യം വിജയിച്ചാൽ തന്നെ നിങ്ങളുടെ ദിവസം സക്സസ്സായി എന്ന് കരുതാം. ഓർക്കുക, വിജയികൾ പ്രഭാതത്തെ വെറുതെ വിടാറില്ല, അവർ അതിനെ കീഴടക്കാറാണ് പതിവ്. 4 മുതൽ നിങ്ങളുടെ ആദ്യത്തെ 1 മണിക്കൂർ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? കമന്റ് ബോക്സിൽ അറിയിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്, ബിലീവ് ഇൻ യുവർ സക്സസ്. അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.